സിഹർ ഏച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളെ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ കല്യാണത്തിന് മുമ്പ് നല്ല സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ സൗന്ദര്യം കുറയുന്നു, സൗന്ദര്യം ഇല്ല എന്നൊരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടാവുക. ഇങ്ങനെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഭാര്യയോട് താല്പര്യം കുറയും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതാണ് സിഹർ കൊണ്ട് അവർ താല്പര്യപ്പെടുന്നത്, ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. സിഹർ തഫ്രീഖ് എന്ന് പറയുന്ന ഒരു സിഹർ തന്നെ ഈ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശൈത്വാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തേതായ കാര്യം, ദേഷ്യത്തോടു കൂടെ സംസാരിക്കുക. എപ്പോഴെങ്കിലല്ല, നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും, ദേഷ്യപ്പെടേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും. ചെറിയ നിസ്സാരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഭാര്യയെ ചീത്ത പറയുക, വഴക്ക്, ആളുകളെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ സിഹർ ബാധിച്ചിട്ടുണ്ടായേക്കാം. മൂന്നാമതായി പറയുന്നു, അവൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു ഫീലിംഗ്. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവളുടെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നൊരു മനസ്സിൽ ഇങ്ങനെ തോന്നുക ഇടയ്ക്കിടയ്ക്ക്. അതൊരു പക്ഷേ ആ കുടുംബം കലഹിക്കാനുള്ള ഒരു കാരണമാകുമെന്ന് മഹാന്മാർ പറയുന്നു. അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ തീരെ താല്പര്യമില്ല. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഇങ്ങനെ കിടന്നുറങ്ങുക, റൂമിൽ ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ കോലായി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുക, ജോലിക്ക് പോകാൻ താല്പര്യമില്ല. ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ ജോലിക്ക് പോയിക്കോളി, പക്ഷെ ആൾക്ക് ഭയങ്കര മടി. ജോലിക്ക് പോയില്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാവില്ല, സാമ്പത്തികം ഇല്ലെങ്കിൽ ടെൻഷൻ ആവും, പിന്നെ അവിടെ വഴക്കാവും. ടെൻഷൻ കൂടി കഴിഞ്ഞ് പിന്നെ ഭാര്യ ഇങ്ങനെ ചീത്ത പറയും. അവ ലാസ്റ്റ് അവിടേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള ഒന്നാണ് സാമ്പത്തികമില്ലായ്മ. സാമ്പത്തികമില്ലായ്മ എങ്ങനെ ഉണ്ടാവണം? ജോലിക്ക് പോകാത്ത കാരണം. അപ്പൊ ജോലിക്ക് ഇയാളെ പറഞ്ഞയക്കാതിരിക്കുക എന്നത് ശൈത്താന്റെ ഒരു പരിപാടിയാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീട്ടുജോലിയിൽ ഭാര്യയ്ക്ക് തീരെ താല്പര്യമില്ല. കുട്ടികളുടെ വിഷയങ്ങളിലും അങ്ങനെ തന്നെ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ ഇട്ട് കൊടുത്ത് കുളിപ്പിച്ച് സ്ഥിരമൊക്കെ ചെയ്ത് വാട്ടർ ബാഗിലൊക്കെ വെള്ളം നിറച്ച്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച്, ബാഗിലൊക്കെ ബുക്കുകളൊക്കെ ആ ഉമ്മമാരെടുത്ത് വെക്കേണ്ടി വരും. അതൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഈ കുട്ടി സ്വയമായിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ ചൂടാവും ഭാര്യയോട്. അങ്ങനെ അവിടെ കുടുംബം കലഹിക്കാൻ അവിടെയും സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു. മറവി കൂടുതൽ ഭാര്യയ്ക്കും ഭർത്താവിനും. ഭാര്യയ്ക്ക് കൂടുതൽ ഉണ്ടാവുക. ഭർത്താവ് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയുമ്പോൾ സാധാരണ മറവികളൊക്കെ ഉണ്ട്. മറവി ചില സമയത്ത് അനുഗ്രഹമാണ്, എന്നാൽ ഭയങ്കര മറവി. ഭർത്താവ് എന്തെങ്കിലും ഉത്തരവാദിത്തോടു കൂടി ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മറക്കുക. അതിന് പേരിൽ ഭർത്താവ് ഭാര്യ വഴക്കിടുക, ആ കുടുംബം കലഹിക്കുക. ആ രൂപത്തിലും സിഹറേൽക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും രണ്ടുപേരും ദുഃഖിതരായി ഇങ്ങനെ ടെൻഷനായി, ഒരു ഭാഗത്ത് ഒരാൾ മറ്റൊരു ഭാഗത്ത് ഇയാൾ ഇങ്ങനെ വന്നിരിക്കുക, ദുഃഖിതരായി ഇങ്ങനെ വന്നിരിക്കുക, ഒന്നിനും ഒരു താല്പര്യമില്ല. ഇതും സിഹറിന്റെ ഒരു ഭാഗമാണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള മെയിൻ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഞാൻ ഒറ്റപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നൽ വരിക. ഈ ജീവിച്ചിട്ട് കാര്യമില്ല, ഈ ഭൂമിക്ക് ഒരു ഭാരമായിട്ട് ഞാൻ എന്തിനാ, ഞാൻ മരിച്ചു പോവാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാകും. അതുകൊണ്ട് മരിക്കാനൊരു തോന്നൽ സിഹറിന്റെ ഭാഗമായി സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ വെറുക്കുന്ന മൈൻഡ്, നല്ലപോലെ സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമുക്കറിയാം, അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അവരോടൊക്കെ ചീത്ത രൂപത്തിൽ, അവർക്ക് വെറുക്കുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ സംസാരിക്കുക, അത് അവരെ നമ്മിൽ നിന്നും അകറ്റാനുള്ള ശൈത്താന്റെ ഒരു പരിപാടിയാണ്. അങ്ങനെ കുടുംബം കലഹിക്കാം, കൂട്ടുകാരി കലഹിക്കാം, ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ആരോ നമ്മോട് എന്തോ പറയുന്നത് പോലെ ഒരു അശരീരി ഒന്നും ഉണ്ടാവില്ല, അതിങ്ങനെ തോന്നുക, മാനസികമായി തകരും. ആ കുടുംബം കലഹിക്കാൻ സാധ്യതയുണ്ട്. അതിലൂടെ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പൊതുവെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കും. അങ്ങനെ ഭാര്യയോട് ഭർത്താവ് ചൂടാവും, ഭർത്താവ് ഭാര്യയോട് ചൂടാവും. അങ്ങനെ കുടുംബം കലഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു. ഈ കാരണങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്, കാണിക്കേണ്ടവരെ കാണേണ്ടതുണ്ട്. അള്ളാഹു കുടുംബജീവിതം സന്തോഷത്തിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ